ഞാനും നിങ്ങളും അടക്കം കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് നൽകിയിട്ടും വീട് പണിത് കൊടുത്തു. അതിലേക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ നിമിഷം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് 13 പേരെ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാൻ വരിക, എന്നിട്ട് നവിക്കുക, കാലിൽ തൊട്ട് വന്നിക്കുക, എന്നിട്ട് വരൂ. അവിടെ 130 പേര് അവിടെ ദുരന്തബാധിതരായ ആൾക്കാർ കോൺഗ്രസിന്റെ വീട് പ്രതീക്ഷിച്ച് വാടക വീട്ടിൽ കഴിയുന്നുണ്ട്. അവരെ കുറിച്ച് സ്മൃതിക്ക് ഒരേ ആശങ്കയില്ലല്ലോ. വീടിന്റെ പ്ലാൻ ആയിട്ടില്ല സ്മൃതി. ആ 130 പേര് എന്ത് ചെയ്യണം? ഖജനാവിൽ ഈ കോൺഗ്രസിന്റെ ഖജനാവിൽ പണമുണ്ടോ? എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വീട് പണി തുടങ്ങിയെന്ന്? പിന്നെന്താ KPCC പ്രസിഡന്റ് പറഞ്ഞത് വീട് പണിക്കുള്ള പൈസ ഇല്ലെന്ന്? ഇതൊക്കെ പിന്നെ വിശദീകരിച്ചതാണ്. ആര് വിശദീകരിച്ചു? രണ്ടുപേരും ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. ഇന്നലെ വരെ അല്ല ഇതാണ് യഥാർത്ഥത്തിൽ എന്താണ് പ്രതീതിയാണ്? ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാടാണോ വിഷയം നിങ്ങൾ തെളിവ് നോക്കിക്കോ.